ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവിൽ എളിയവനായ എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന സത്യവചനങ്ങളെ പ്രസ്താവിക്കുവാൻ അവസരം തന്ന ദൈവത്തിന് മഹത്വം. ദൈവത്തിൻ്റെ സത്യവചനങ്ങളെ കേൾക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങൾക്കെൻ്റെ സ്നേഹവന്ദനം. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം വെളിപ്പെടുത്തി തന്ന വചനങ്ങളെ കേൾക്കുവാനും മനസ്സിലാക്കുവാനും കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സാധുക്കളായിരിക്കുന്ന പല വീടുകളിലും അച്ഛനമ്മമാർ, സഹോദരന്മാരൊക്കെയും അവരുടെ സങ്കടങ്ങളെ ദൈവസന്നിധിയിൽ പകരുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. രാത്രിയൊന്നോ പകലൊന്നോ ഇല്ലാതെ കണ്ണുനീരൊഴുക്കുന്ന ആഴ്ചകളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം കരയുന്ന ആൾക്കാർ നമുക്കറിയാം. ദൈവത്തിൻ്റെ സ്തോത്രം. അവർക്കൊരു പരിഹാരവും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും ലഭിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് ഇത്ര നീണ്ട പ്രാർത്ഥന ദൈവസന്നിധിയിൽ നടത്തേണ്ടി വരുന്നത്. എന്നാൽ നമുക്ക് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ദൈവസന്നിധിയിൽ നീതീകരണം പ്രാപിച്ച ആരും തന്നെ ഇത്രയും കരയേണ്ടി വരില്ല എന്നുള്ളത് നമുക്ക് ദൈവവചനങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. നീതിമാന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഈ വചനങ്ങളൊക്കെ നമുക്കറിയാമെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ എന്തുകൊണ്ടാണ് നാം ദൈവത്തിൻ്റെ പക്കൽ നിന്നും അതിവേഗത്തിൽ കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ കഴിയാത്തത് എന്ന് നമുക്ക് തന്നെ ചിന്തിച്ച് മനസ്സിലാക്കാവുന്നതേ. ദൈവസന്നിധിയിൽ നീതീകരണം പ്രാപിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നീതിമാനാകുവാനുള്ള ദൈവവചനങ്ങളെ നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരും. നമുക്കത് കേട്ട് ദൈവസന്നിധിയിൽ നീതിമാന്മാരാകാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ യേശു ഒരു ഉപമ പറയുന്നത് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ദൈവത്തിന് സ്തോത്രം. വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 48-ാം വാക്യം. ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ. ആരാണ്? വായിക്കാം. അതിന്റെ 46 മുതൽ. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും, അതായത് നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുക. രാവെന്നോ പകലെന്നോ ഇല്ലാതെ ദൈവത്തോട് നിലവിളിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ആ അർത്ഥമാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വിളിക്കുന്നു എങ്കിലും വായിക്കാം. ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? അങ്ങനെയുള്ളവരോട് പറയുന്നത്, നിങ്ങൾ രാവെന്നോ പകലെന്നോ ഇല്ലാതെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് കരയുന്നു, പ്രാർത്ഥിക്കുന്നു, നിലവേർപ്പെടുന്നു. എങ്കിലും നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാത്തതെന്ത്? വായിക്കാം. എന്റെ അടുക്കൽ വന്ന് എന്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാവെന്നോ പകലെന്നോ ഇല്ലാതെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന അവർ മനസ്സിലാക്കേണ്ടത്, യേശു പറയുന്നത് എന്താണ്? നിങ്ങൾ കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നു, പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? കേൾക്കുന്നില്ല. അപ്പോൾ യേശു പറയുന്ന ഓരോ വാക്കുകളും അതിൻ്റെ യാഥാർത്ഥ്യത്തോടുകൂടെ മനസ്സിലാക്കി അനുസരിച്ചാൽ നിങ്ങളിങ്ങനെ രാവെന്നോ പകലെന്നോ ഇല്ലാതെ കരയേണ്ടി വരില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം നാം മനസ്സിലാക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. മാത്രമല്ല, എൻ്റെ അടുക്കൽ വരികയും. എങ്ങനെയാണ് യേശുവിൻ്റെ അടുക്കൽ വരുന്നത്? ഇപ്പോൾ യേശു ശരീരത്തോടുകൂടെ ഭൂമിയിലില്ല, ദൈവത്തിൻ്റെ വലതുഭാഗത്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വരിക എന്ന് പറഞ്ഞാൽ യേശുവിനെ കുറിച്ച് നന്നായിട്ട് അറിയുക. ആ അറിവിലൂടെ യേശുവിനെ വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിക്കുന്നു എങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം. എൻ്റെ അടുക്കൽ വന്ന്, അതായത് യേശുവിനെ ആദ്യം തിരിച്ചറിയുക. യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത് എന്തിന്? യേശു ഇവിടെ വന്ന് എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുമ്പോൾ ലഭിക്കുന്നൊരു പരിജ്ഞാനമുണ്ട്. ആ പരിജ്ഞാനത്തോടു കൂടെയാണ് യേശുവിനെ വിശ്വസിക്കേണ്ടത്, അല്ലെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ വരേണ്ടത്. അങ്ങനെ വരുന്ന വ്യക്തി യേശുവിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയാണെങ്കിൽ, എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യനെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ വചനത്തെ പലരും വ്യാജമായിട്ടാണ് പ്രസംഗിക്കുന്നതും പഠിപ്പിക്കുന്നതും. അതായത് ഇവിടെ വിശ്വാസത്തെ ആധാരമാക്കിയാണ് യേശു പറഞ്ഞു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ആഴെ കുഴിച്ച് പാറമേൽ വീട് പണിയുന്നതിൻ്റെ അർത്ഥം
ഉറച്ച വിശ്വാസം വേണമെന്നാണ്. എന്നാൽ യേശു അങ്ങനെ അല്ല പറഞ്ഞിരിക്കുന്നത്. യേശു പറഞ്ഞത് എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനങ്ങളെ കേട്ടനുസരിക്കുന്നവൻ ഇന്നവനോട് സദൃശനാണ്. അതായത് ഒരു മനുഷ്യൻ ആഴെ കുഴിച്ച് പാറമേൽ വീട് പണിയുന്നുവെങ്കിൽ അങ്ങനെ ബുദ്ധിയുള്ള മനുഷ്യനോട് സദൃശനാണ്, തുല്യനാണ് ആര്? യേശുവിനെ അറിഞ്ഞ് യേശുവിൻ്റെ വചനങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നവൻ എന്നാണ്. അല്ലാതെ യേശുവിനെ വിശ്വസിക്കുന്നവൻ എന്നിവിടെ യേശു ഉദ്ദേശിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ഇവിടെ യേശു ഉദ്ദേശിച്ചത് യേശുവിൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കുകളും കേട്ടനുസരിക്കുകയാണെങ്കിൽ അവൻ ആഴെ കുഴിച്ച് പാറമേൽ വീട് പണിയുന്ന മനുഷ്യനോട് തുല്യനെന്നാണ്. വായിക്കാം. വെള്ളപ്പൊക്കമുണ്ടായിട്ട് അങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഒഴുക്ക് വീട്ടിനോടടിച്ചു. എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കൊണ്ട് അത് ഇളകിപ്പോയില്ല. ആ വീട് ഇളകിപ്പോയില്ല. ഇത് നമ്മൾ ബുദ്ധി കൊണ്ട് ഗ്രഹിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ആഴമേൽ കുഴിച്ച് ആഴത്തിൽ കുഴിച്ച് പാറമേൽ വീട് പണിയുകയാണെങ്കിൽ കാറ്റ് വന്നാലോ വെള്ളം കയറിയാലോ വീടിന് ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ് ഇവിടെ യേശു ഉപമയിലൂടെ പറഞ്ഞിരിക്കുന്നത്. വായിക്കാം. കേട്ടിട്ട് ചെയ്യാത്തവനോ? യേശുവിൻ്റെ വാക്കുകൾ കേട്ടു, വായിച്ച് മനസ്സിലാക്കി, പക്ഷെ അതനുസരിച്ചില്ലെങ്കിലോ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ. അടിസ്ഥാനം, ബേസ്മെന്റ് ഇല്ലാതെ വീട് പണിതാൽ എങ്ങനെയിരിക്കും? അതുപോലെ ഇരിക്കും. കാറ്റ് വരും, മഴ വരും, വെള്ളം കയറും, വീടെന്ത് ചെയ്യും? തകർക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഇതിനെ പലരും ഭൗതികമായ വിഷയങ്ങൾക്ക് വേണ്ടിയാണ് വ്യാഖ്യാനിക്കുന്നത്. കാരണം ലോകം മുഴുവനും അങ്ങനെയാണ്. യേശുവിൻ്റെ ഏതെങ്കിലും ഒരു വാക്ക് കേട്ടാൽ അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടെ അല്ല വിശ്വാസികളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അതിൽ നിന്ന് ഏത് രീതിയിൽ ഒരാളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ കഴിയുമോ ആ തരത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവാത്മാവിനാൽ വ്യാഖ്യാനിക്കാനോ വിവേചിക്കാനോ കഴിയുന്നതുമല്ല ഇവർക്ക്. ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ടാണ് അവർ വിശ്വാസത്തിന് അടിസ്ഥാനപ്പെടുത്തിയാണ് യേശു പറഞ്ഞെന്ന് പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ വിശ്വാസം വേണമെന്ന് പറയാൻ വേണ്ടിയാണ് യേശു ഇത് പറഞ്ഞത്. ദൈവത്തിൻ്റെ വചനം വേണമെന്ന് പറയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. എൻ്റെ വചനം കൂടാതെ നിങ്ങൾക്കൊന്നും പ്രാപിക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ വിശ്വാസം ഉണ്ടായിരുന്നിട്ട് മാത്രം കാര്യമില്ല. യേശുവിനെ അറിയേണ്ടവണ്ണം അറിയുകയും യേശുവിൻ്റെ വായിൽ നിന്നും പുറപ്പെട്ട ഓരോ വചനങ്ങളുടെ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയുകയും ചെയ്തതിന് ശേഷം വിശ്വസിച്ചാൽ മാത്രമേ ആ വിശ്വാസം ദൈവസന്നിധി വിശുദ്ധ വിശ്വാസമായി വരികയുള്ളൂ. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ ഇത് ശരിയാണോ എന്ന് കൂടുതലായി മനസ്സിലാക്കാൻ വേണ്ടി മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം മുതൽ വായിക്കാം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല എന്ന് പറഞ്ഞാൽ എന്നോട് രാവെന്നോ പകലെന്നോ ഇല്ലാതെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് കരയുന്നവർ ഏവരുമല്ല സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. പിന്നെയോ സ്വർഗസ്നായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഭൂമിയിൽ പല ജീവിതങ്ങളും ഭൂമിയിലും കഷ്ടമനുഭവിക്കും, സ്വർഗത്തിൽ പോകാനും കഴിയാത്തൊരവസ്ഥയിലേക്കായിത്തീരുകയാണ്. കാരണം എന്താണ്? യേശുവിൻ്റെ വചനങ്ങളെ അതിൻ്റെ സത്യത്തോടുകൂടെ ഉൾക്കൊള്ളുവാനോ അതിൻ്റെ യാഥാർത്ഥ്യത്തോടുകൂടെ മനസ്സിലാക്കുവാനോ കഴിയാതെ വൃഥാ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ നാമത്തെ എടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവകൽപ്പന എന്താണ്? എൻ്റെ നാമത്തെ വൃഥാ എടുക്കരുത്. ദൈവത്തിൻ്റെ നാമത്തെ എടുക്കുന്നുവെങ്കിൽ ആ ദൈവത്തിൻ്റെ നാമത്തിലൂടെ ആരെ തിരിച്ചറിയണം? ദൈവത്തെയും ദൈവപുത്രനെയും തിരിച്ചറിയണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വായിക്കാം. കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും. ഇങ്ങനെ ദൈവത്തെ അറിയാതെ ദൈവപുത്രനെ തിരിച്ചറിയാതെ ദൈവരാജ്യത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാതെ വിശ്വസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, കണ്ണുനീരൊഴുക്കുന്ന, കർത്താവേ എന്ന് വിളിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ പറയും, കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും, നിന്റെ നാമത്തിൽ നമ്മൾ പ്രവചിക്കുകയും, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും, നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന്, നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. പലരും ആ നാളിൽ പറയും. ഏത് നാളിൽ? കർത്താവ് നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും വേർതിരിച്ചെടുക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ തള്ളപ്പെടുന്നവർ പറയും. എന്നാണ്? ദൈവരാജ്യത്തിൽ പോകാൻ പറ്റാതെ നിൽക്കുന്നവർ പറയും, അല്ലയോ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ
ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്, രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്, വലിയ വീര്യപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്, ഞാൻ കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ച് ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുണ്ട്. അപ്പോൾ യേശു എന്ത് പറയും? വായിക്കാം. അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിനെന്ന് തീർത്തും പറയും. അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടു പോകുവിനെന്ന് തീർത്തും പറയും. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് പോലും അവിടെ യേശുവിൻ്റെ നാമത്തിലല്ലേ ചെയ്തത്? യേശുവിൻ്റെ നാമത്തിലല്ലേ ഭൂതത്തെ പുറത്താക്കിയത്? യേശുവിൻ്റെ നാമത്തിലല്ലേ അത്ഭുതങ്ങളും അതിശയങ്ങളും ചെയ്തത്? എന്നിട്ട് പോലും യേശു പറയുന്നത് ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അപ്പോൾ ഇവിടെ യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുന്നത് കൊണ്ടോ, യേശുവിൻ്റെ നാമത്തിൽ കരയുന്നത് കൊണ്ടോ, പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ ഒരു പ്രയോജനവുമില്ല എന്നാണ് എൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് ഇവിടെ ദൈവത്തെക്കുറിച്ചോ ദൈവപുത്രനെക്കുറിച്ചോ ദൈവരാജ്യത്തെക്കുറിച്ചോ വ്യക്തമായി അറിയാതെ, പരിജ്ഞാനമില്ലാതെ, നമ്മൾ അറിവില്ലാതെ ഇരുന്ന് എന്ത് ചെയ്യാണ്? പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്, പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. യേശുവിൻ്റെ നാമത്തിൽ പ്രവർത്തിച്ചു, യേശുവിൻ്റെ നാമത്തിൽ പ്രവചിച്ചു, പക്ഷേ ദൈവരാജ്യത്തിൽ പോകുവാൻ അർഹത നഷ്ടപ്പെട്ടു പോയി. കാരണം എന്താണ്? നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തതൊക്കെയും അധർമ്മമായി. അപ്പോൾ ചോദിക്കും, യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുന്നതൊക്കെ അധർമ്മമാണോ? ഇനി ഈ വിഷയത്തെ നമ്മൾ മറ്റൊരു ദിവസം എന്ത് ചെയ്യുക? ഇതിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഇത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് വയ്ക്കുക. ഇവിടെ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തിട്ട് പോലും യേശു തൻ്റെ രാജ്യത്ത് നിന്ന് എന്ത് ചെയ്ത് കളഞ്ഞു? പുറത്താക്കി കളഞ്ഞു. രാജ്യത്തിൽ പ്രവേശിക്കുവാൻ അനുവദിച്ചില്ല. അതിന് പ്രധാന കാരണം എന്താണ്? വായിക്കാം. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും അതായത് യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, നിലവിളിച്ച് പ്രാർത്ഥിച്ച് ഓരോ കാര്യങ്ങൾ നേടി. പക്ഷെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ പറ്റാതെ വന്നു. കാരണം എന്താണ്? നിങ്ങൾ ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തില്ല. ഉദാഹരണത്തിന് യേശു വചനത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ വേണ്ടിയാണ് ഈ ഉപമ പറഞ്ഞത്. പക്ഷെ നമ്മൾ പഠിച്ചതും കേട്ടതും എന്താണ്? വിശ്വാസത്തിൽ ഉറച്ചിരിക്കുവാൻ വേണ്ടി യേശു പറഞ്ഞു എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തെ എന്ത് ചെയ്ത് കളഞ്ഞു? ഇവിടെ സത്യത്തെ അസത്യമാക്കി കളഞ്ഞു. നല്ല വചനത്തെ എന്ത് ചെയ്ത് കളഞ്ഞു? ചീത്തയാക്കി കളഞ്ഞു. ശരിയല്ലേ? നിങ്ങൾ ദൈവത്തിൻ്റെ വചനമെടുത്ത്, ബൈബിൾ എടുത്ത് വായിച്ചു നോക്കൂ. നമ്മൾ കേട്ടിട്ടുള്ളതൊക്കെ എങ്ങനെയാണ്? ഇവിടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ വേണ്ടിയാണ് യേശു പറഞ്ഞതെന്നാണ്. യഥാർത്ഥത്തിൽ സത്യം അതാണ്. ഇവിടെ ഫോഷ്ക്ക് കയറ്റിയതാര്? ഫോഷ്ക്ക് വിളമ്പിയതാര്? അവർ ദൈവത്തെ അറിയുകയോ ദൈവപുത്രനെ തിരിച്ചറിയുകയോ ദൈവരാജ്യത്തെക്കുറിച്ച് വ്യക്തമായി അറിയാത്തത് കൊണ്ടാണ് ഫോഷ്ക്ക് വിളമ്പേണ്ടി വന്നത്. യഥാർത്ഥത്തിൽ യേശു എന്തുദ്ദേശത്തോടു കൂടെയാണ് പറഞ്ഞത്? എൻ്റെ വചനങ്ങൾ, ഈ പറയുന്ന എൻ്റെ ഓരോ വചനങ്ങൾ കേട്ട് അനുസരിക്കാത്തവൻ യേശുവിൻ്റെ നാമത്തിൽ എന്ത് ചെയ്താലും യേശു അംഗീകരിക്കില്ല എന്ന കാര്യവും കൂടെ മനസ്സിലാക്കുക. ഇതിനെ വിശദമായി മനസ്സിലാക്കാൻ വേണ്ടി ഒരു വചനം ഞാൻ നിങ്ങൾക്ക് മുമ്പ് വെക്കുന്നു. അത് നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കുക. യോഹന്നാൻ എഴുതിയ സുവിശേഷം വായിക്കേണ്ട 2-ാം അധ്യായത്തിൻ്റെ 23-ഉം 24-ഉം നിങ്ങൾ വീട്ടിലിരുന്ന് വായിച്ച് ഇത് രണ്ടും കൂടെ ചേർത്ത് ചിന്തിച്ച് നോക്കൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ദൈവം സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കിയ എന്താണ്? യേശുവിൻ്റെ നാമത്തിൽ എന്ത് വീര്യപ്രവൃത്തികൾ ചെയ്താലും, അത്ഭുതങ്ങൾ ചെയ്താലും, ദൈവത്തിൻ്റെ യഥാർത്ഥ വചനത്തിൻ്റെ സത്യം നീ ഗ്രഹിക്കാതിരിക്കുന്ന കാലത്തോളം നീ യേശുവിൻ്റെ നാമത്തിലാണ് ചെയ്യുന്നത്. അത് യേശു അംഗീകരിക്കണമെന്ന് നിർബന്ധമില്ല എന്നുകൂടെ മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. യേശുവിൻ്റെ വചനങ്ങളെ ഉപേക്ഷിച്ച് നീ എന്ത് ചെയ്താലും നിനക്ക് ദൈവരാജ്യത്തിൽ പോകുവാൻ കഴിയുകയില്ല. അപ്പോൾ യേശുവിൻ്റെ വായിക്കുക. യേശുവിൻ്റെ ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും, യേശുവിൻ്റെ വചനങ്ങൾ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. അപ്പോൾ മനസ്സിലാക്കുക, ആഴെ കുഴിച്ച് പാറമേൽ വീട് പണിതവൻ ബുദ്ധിയുള്ള മനുഷ്യനാണ്. അതെന്ത് ഈ ഉദാഹരണം അല്ലെങ്കിൽ ഉപമ പറയാൻ കാരണം എന്താണ്? നമ്മൾ ഗ്രഹിക്കാൻ വേണ്ടിയാണ്. ആഴെ കുഴിച്ച് ബലം കുറഞ്ഞ മണ്ണെല്ലാം മാറി കരിങ്കല്ലടുക്കി വീട് വയ്ക്കുന്നവൻ്റെ വീട് എന്നേക്കും നിലനിൽക്കും. അത് ഭൗതികമായി വ്യാഖ്യാനിച്ച് വിശ്വാസികളെ സന്തോഷിപ്പിക്കേണ്ടതല്ല ഇത്. വിശ്വാസികൾ സന്തോഷിക്കും ഇത് കേട്ടിട്ട്. പക്ഷെ ദൈവം എന്ത് ചെയ്യും? ദുഃഖിക്കും. കാരണം എന്താണ്? ഇത് ഭൗതികമായ വിഷയത്തിന് വേണ്ടി യേശു പറഞ്ഞതല്ല. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും നല്ല സന്തോഷമുള്ള ജീവിതം നയിക്കുകയും ചെയ്യുമ്പോൾ നീ ദൈവരാജ്യത്തിൽ പോകാൻ പറ്റുമോ ഇല്ലെന്നും കൂടെ എന്ത് ചെയ്യണം? നീ ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്.
യേശുവിൻ്റെ നാമത്തിൽ എന്ത് ചെയ്താലും വചനം നിന്നിലില്ലെങ്കിൽ, വചനം ദൈവത്തിൻ്റെ വാക്കുകൾ, യേശുവിൻ്റെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ സത്യമായി ഗ്രഹിച്ച് മനസ്സിലാക്കി ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗ്ഗരാജ്യത്ത് പോകാൻ കഴിയില്ല. വായിക്കാം. വൻമഴ ചൊരിഞ്ഞു, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. നമുക്ക് ഭൗതികമായും, നമ്മൾ എപ്പോഴും ഭൗതികമായ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് ഈ വചനങ്ങളെ ഭൗതികമായ രീതിയിൽ വിശ്വാസികളെ വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഭൗതികമല്ല ദൈവം പ്രാധാന്യം കൊടുത്തത്. ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് എന്താണ്? ദൈവരാജ്യത്തിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ യേശു തുറന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്, വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഭൗതികമായ ജീവിതത്തിൽ നമുക്ക് നേടാൻ പ്രയാസമൊന്നുമില്ല. അവനവൻ്റെ ഓഹരി കൃത്യമായിട്ട് അവനവന് തന്നെ ലഭിക്കും. നമ്മളായിട്ട് അതിനെ എന്ത് ചെയ്യാതിരുന്നാൽ മതി? ഇല്ലാതാക്കാതിരുന്നാൽ മതി. എന്നാൽ സ്വർഗരാജ്യത്തിൻ്റെ അവകാശം എന്ന് പറയുന്നത് അവനവൻ വിചാരിച്ചാൽ കിട്ടുന്നതല്ല. ദൈവവും കൂടെ എന്ത് ചെയ്യണം? ആകർഷിക്കണം. ദൈവത്തിനും കൂടെ പ്രസാദം തോന്നണം. ഇവനെ എനിക്ക് ദൈവരാജ്യത്തിൽ, എൻ്റെ രാജ്യത്തിൽ വേണമെന്നുള്ള ആഗ്രഹം ആർക്കാണ് ഉണ്ടാകേണ്ടത്? ദൈവത്തിനാണ് ഉണ്ടാകേണ്ടത്. ദൈവത്തിന് ആഗ്രഹം ഉണ്ടെങ്കിലേ നമ്മിലത് ആകർഷണമായിട്ട് വരികയുള്ളൂ. അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അതിന് പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? യേശുവിൻ്റെ വാക്കുകളെ കേൾക്കുവാൻ ആഗ്രഹിക്കുകയും സത്യവചനങ്ങളെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഫോഷ്കിനെ എന്ത് ചെയ്യണം? ഒന്നൊന്നായി പുറന്തള്ളണം. ഫോഷ്കും സത്യവും ഒരുമിച്ച് ഒരു മനുഷ്യാത്മാവിൽ നിലനിൽക്കുകയില്ല. ഒന്നുകിൽ ഫോഷ്ക്, ഇല്ലെങ്കിൽ സത്യം. ഇവിടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് യേശു പറഞ്ഞു എന്നാണ് ലോകമെമ്പാടും ഫോഷ്ക് വിളമ്പിയിരിക്കുന്നത്. ഫോഷ്കല്ലേ അത്? ഫോഷ്കിന് ഫോഷ്കായിട്ട് തന്നെ എന്ത് ചെയ്യുക? കാണുക. ഇനി ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞതുകൊണ്ട് അത് ഫോഷ്കല്ല എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പോകാനുള്ള ആഗ്രഹം വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം സത്യത്തെ സത്യമെന്നും അസത്യത്തെ അസത്യമെന്നും പറയുന്നവർക്ക് മാത്രമേ സത്യത്തെ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഒരാൾ കേട്ടിട്ടുള്ളതെല്ലാം ഫോഷ്കാണെങ്കിൽ അവനെങ്ങനെ സത്യത്തെ തിരിച്ചറിയും? ഒരു സത്യമെങ്കിലും നീ അംഗീകരിച്ചാലേ ഫോഷ്ക് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയും. ഇപ്പോൾ ലോകമെമ്പാടും ഫോഷ്കാണെന്ന് ദൈവത്തിൻ്റെ വചനങ്ങൾ തന്നെ വ്യക്തമായി മനസ്സിലാക്കുകയാണ്. ഫോഷ്ക് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഫോഷ്ക് വിശ്വസിക്കുമാർ അവരുടെ ഹൃദയത്തിൽ പിശാച് ക്രിയ ചെയ്യുകയാണ്. അപ്പോൾ സത്യവചനങ്ങളെ ഉൾക്കൊള്ളുവാൻ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ഇടമില്ലാതെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്ത് പോകാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുന്നത് യേശു എന്തുദ്ദേശത്തോടു കൂടെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ വേണ്ടിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശുവിൻ്റെ വായിൽ നിന്നും പുറപ്പെട്ട ഓരോ വചനങ്ങൾ നിങ്ങൾ കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ലോകത്തിൽ നീതിമാനായി തീർന്ന്, അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യരായി തീർന്ന് സുഖസൗകര്യങ്ങളോടുകൂടെ ജീവിക്കുകയും സ്വർഗരാജ്യത്തിൽ ഒരു അംഗമാകുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും പറയുകയാണ്, യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനെ അറിഞ്ഞ് മനസ്സിലാക്കി ഗ്രഹിച്ച് പരിജ്ഞാനത്തോടുകൂടെ ഉൾക്കൊണ്ടുകൊണ്ടാണ് യേശുവിൻ്റെ വാക്കുകൾ കേട്ട് അതനുസരിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ യേശുവിൻ്റെ വാക്കുകൾ കേട്ട് അനുസരിച്ച് ജീവിക്കുന്നവനാണ് ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്നവന് തുല്യനെന്ന് യേശു പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ നിസ്സാരക്കാരല്ല. ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവൻ ബലവാനാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അവൻ ഈ ലോകത്തെ ജയിക്കുക തന്നെ ചെയ്യും. സ്വന്തം ബുദ്ധി കൊണ്ടോ സ്വന്തം ജ്ഞാനം കൊണ്ടോ ആരും ജയിക്കില്ല. യേശുവിൻ്റെ ദൈവത്തിൻ്റെ വാക്കുകൾ കൊണ്ട് നമുക്ക് ജയിക്കാൻ കഴിയും. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ദൈവത്താൽ ജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.